ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. ഉറക്കത്തിൽ നിന്നും ഉണരുക എന്നുള്ളതിന് നമ്മൾ പറയാനാണ് വേക്കപ്പ് എന്ന് പറയുന്നത്. വേക്കപ്പ് ശ്രേയ ഓർ വേക്കപ്പ് ശ്യാം എന്ന് പറഞ്ഞാൽ അവരെ ഉറക്കത്തിൽ നിന്നും നമ്മൾ ഉണർത്തുകയാണ്. ഇനി ബെഡിൽ നിന്നും എഴുന്നേൽക്കാൻ പറയുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട് രണ്ടും തമ്മിൽ. ഓക്കെ, അത് മനസ്സിലാക്കി വയ്ക്കാം. ഇനി അവരെ നിങ്ങൾ വിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എങ്ങനെയാ പറയുക? ഗുഡ് മോർണിംഗ് ഡിയർ. എങ്ങനെയാ പറയാ? ഗുഡ് മോർണിംഗ് ഡിയർ എന്ന് പറയാം. ഇത് സ്കൂളിൽ പോകേണ്ട സമയമാണ് എന്നെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? ഇറ്റ്സ് ടൈം ടു ഗോ ടു സ്കൂൾ. ഇറ്റ്സ് ടൈം ടു ഗോ ടു സ്കൂൾ. പെട്ടെന്ന് റെഡിയാകൂ. ഗെറ്റ് റെഡി സൂൺ. ഗെറ്റ് റെഡി സൂൺ. ബ്രഷ് ചെയ്യാൻ പറയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എങ്ങനെ പറയും? ബ്രഷ് യുവർ ടീത്ത്. ബ്രഷ് യുവർ ടീത്ത്. നാവ് ക്ലീൻ ചെയ്യൂ. ക്ലീൻ യുവർ ടങ്. ക്ലീൻ യുവർ ടങ്. മുഖം കഴുകൂ. വാഷ് യുവർ ഫേസ്. വാഷ് യുവർ ഫേസ്. ഇനി നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് കുളിക്കാൻ പറയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എങ്ങനെ പറയാം? പോയി കുളിക്കൂ. ഗോ ആൻഡ് ടേക്ക് എ ഷവർ. ഗോ ആൻഡ് ടേക്ക് എ ഷവർ. പെട്ടെന്ന് ചെയ്യൂ എന്നെങ്ങനെ പറയാം? ഹറി അപ്പ്. പെട്ടെന്ന് ചെയ്യൂ. ഹറി അപ്പ്. ഇവിടെ വരൂ. കം ഹിയർ. ഇവിടെ വരൂ. കം ഹിയർ. നിന്റെ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് കഴിക്കൂ. ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് സൂൺ. ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് സൂൺ. നിന്റെ ബാഗ് പാക്ക് ചെയ്യൂ. പാക്ക് യുവർ ബാഗ്. നിന്റെ ബാഗ് പാക്ക് ചെയ്യൂ എന്നെങ്ങനെയാണ് പറയാം? പാക്ക് യുവർ ബാഗ്. ശ്രദ്ധയോടെ പോകൂ. ഗോ കെയർഫുള്ളി. ശ്രദ്ധയോടെ പോകൂ. ഗോ കെയർഫുള്ളി. നിന്റെ നഖം കടിക്കരുത് എന്നെങ്ങനെ പറയാം? ഡോണ്ട് ബൈറ്റ് യുവർ നെയിൽസ്. ഡോണ്ട് ബൈറ്റ് യുവർ നെയിൽസ്. ക്ലാസ്സിൽ നല്ല കുട്ടി ആവണം. ബി എ ഗുഡ് ചൈൽഡ് ഇൻ ദ ക്ലാസ്. ബി എ ഗുഡ് ചൈൽഡ് ഇൻ ദ ക്ലാസ്. നല്ല പോലെ പഠിക്കുക. സ്റ്റഡി വെൽ. സ്റ്റഡി വെൽ. ഇനി സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം അക്കോർഡിംഗ് ടു ടൈം നിങ്ങൾക്ക് വിഷ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആഫ്റ്റർ 12 o'clock നമുക്ക് ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ എന്ന് പറയാം. ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ. ദെൻ ആഫ്റ്റർ 5 o'clock ആണെങ്കിലോ ഗുഡ് ഈവനിങ് ഡിയർ. ഗുഡ് ഈവനിങ് ഡിയർ എന്ന് നമുക്കവരെ വിഷ് ചെയ്യാം. ഇനി നിന്റെ ഷൂസ് ഊരി വയ്ക്കൂ എന്നെങ്ങനെയാണ് പറയുക? റിമൂവ് യുവർ ഷൂസ്. റിമൂവ് യുവർ ഷൂസ്. യൂണിഫോം മാറ്റുക. ചേഞ്ച് യുവർ യൂണിഫോം. നിന്റെ യൂണിഫോം മാറ്റുക എന്നെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? ചേഞ്ച് യുവർ യൂണിഫോം. അതിനുശേഷം നമുക്ക് അവരുടെ അടുത്ത് ഇന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കാം അല്ലേ? ഇന്നത്തെ നിന്റെ ദിവസം എങ്ങനെയായിരുന്നു എന്നെങ്ങനെയാണ് നമ്മൾ അവരോട് ചോദിക്കുന്നത്? ഹൗ വാസ് യുവർ ഡേ? ദെൻ അതിനുശേഷം ഹോംവർക്കിനെ കുറിച്ച് നമുക്ക് ചോദിക്കാം. നിന്റെ ഹോംവർക്ക് എനിക്ക് കാണിക്കൂ എന്നെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? ഷോ മീ യുവർ ഹോംവർക്ക്. ഷോ മീ യുവർ ഹോംവർക്ക്. ഇനി അവരോട് വർക്ക് ചെയ്യാൻ പറയണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പറയുക? ഡു യുവർ ഹോംവർക്ക്. ഡു യുവർ ഹോംവർക്ക്. ഇനി അവരുടെ കളിക്കേണ്ട സമയമാണ്, അവരെ കളിക്കാൻ വിടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് ഇംഗ്ലീഷിൽ പറയുന്നത്? നിന്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി കളിക്കൂ എന്നിങ്ങനെ പറയാം. ഗോ ആൻഡ് പ്ലേ വിത്ത് യുവർ ഫ്രണ്ട്സ്. ഗോ ആൻഡ് പ്ലേ വിത്ത് യുവർ ഫ്രണ്ട്സ് എന്ന് പറയാം. രാത്രി സമയം ഭക്ഷണം കഴിക്കാൻ പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ എങ്ങനെയത് പറയാം? ലെറ്റ്സ് ഹാവ് ഡിന്നർ. നമുക്ക് ഭക്ഷണം കഴിക്കാം എന്നെങ്ങനെയാ പറയാം? ലെറ്റ്സ് ഹാവ് ഡിന്നർ. ദെൻ ആഫ്റ്റർ ഡിന്നർ ബ്രഷ് ചെയ്യാൻ പറയണമെന്നുണ്ടെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് പറയാം? ഗോ ആൻഡ് ബ്രഷ് യുവർ ടീത്ത്. പോയി ബ്രഷ് ചെയ്യൂ. പോയി നിൻ്റെ പല്ലുകൾ വൃത്തിയാക്കൂ എന്ന് പറയാം. ഗോ ആൻഡ് ബ്രഷ് യുവർ ടീത്ത്. ഓക്കെ. ദെൻ ലൈറ്റ്സുകൾ ഓഫ് ചെയ്യൂ എന്നെങ്ങനെയാണ് പറയുക? ടേൺ ഓഫ് ലൈറ്റ്സ്. ലൈറ്റ്സുകളെല്ലാം ഓഫ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? ടേൺ ഓഫ് ലൈറ്റ്സ്. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ഡെയിലി നമ്മുടെ കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ അവരോട് ഇംഗ്ലീഷിൽ പറയാമെന്ന് പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇത് ബിഗിനേഴ്സിന് വേണ്ടി മാത്രമുള്ള ക്ലാസ്സാണ്. എല്ലാവരും ഡെയിലി ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ
ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും അതിനു മുകളിൽ ഓൾ എന്നൊരു ഓപ്ഷൻ പ്രസ് ചെയ്യുകയും വേണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ അപ്പോൾ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണുക. ലളിതമായി ഇംഗ്ലീഷ് പഠിക്കാൻ അജിത സിമ്പിൾ ഇംഗ്ലീഷ്.